ഉയർത്തി നമ്മുടെ കർത്താവിൻ്റെ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ഫിലേമോൻ്റെ പുസ്തകം 1 മുതൽ അതിൻ്റെ 7 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ദ ബുക്ക് ഓഫ് ഫിലേമോൻ, ചാപ്റ്റർ 1 വേഴ്സ് 1 to 7. ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തീമോത്തിയോസും ഞങ്ങളുടെ പ്രിയ കൂട്ടുവേലക്കാരനുമായ ഫിലോമോൻ എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപഠനായ അർക്കിപ്പോസിനും നിൻ്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മളിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയും ക്രിസ്തുവിനായി സഫലമാകേണ്ടതിനെ എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര, വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചതിന് നിമിത്തം നിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഐ താങ്ക് മൈ ഗോഡ് ഓൾവേസ് മേക്കിംഗ് മെൻഷൻ ഓഫ് യു in my prayers, because I hear of your love and of the faith which you have toward the Lord Jesus and toward all the saints. And I pray that the fellowship of your faith may become effective through the knowledge of every good things which is in you for Christ's sake. For I have come to have much joy and comfort in your love, because the hearts of the saints have been refreshed through you, brother. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൽ 27 പരം പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 14 പരം ലേഖനം എഴുതുവാനിടയായി. ഏകദേശം ടോട്ടൽ 21 പരം ലേഖനങ്ങളുണ്ട്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രിസൺ എപ്പീസൽ എന്ന് പറഞ്ഞതായ ഒരു പുസ്തകങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് എപ്പീസ ലേഖന ക്ലാസ്സുകളിൽ പഠിക്കുവാനിടയായി. എപ്പീസ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോൻ്റെ ലേഖനമാണ്. ഇത് ചില കമൻ്ററി ഭാഗങ്ങളിൽ പറയുന്ന ഇത് ഇടയ ലേഖനവും കൂടെ ആയിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ പുസ്തകത്തിൽ ഇത് ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഒരു ചാപ്റ്റർ ഉള്ളതായ മറ്റൊരു പുസ്തകമാണ് യൂദായുടെ ലേഖനമുണ്ട്. പിന്നെ 2 ജോൺ, 2 ജോൺ ആൻഡ് 3 ജോൺ. ആ പുസ്തകങ്ങളിലെല്ലാം ഒറ്റ ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് ഈ ഫിലേമോനെ ഈ ലേഖനം എഴുതുന്ന അവസരങ്ങളിൽ കൊലോസിയിൽ താമസിക്കുന്നതായ ഫിലേമോനെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അതിനുശേഷമായി റോമിൽ താമസിക്കുന്നതായ, റോമിൽ ഒരു ഹാഫ് വേ ഹൗസിൽ താമസിക്കുന്നതായ ഒരു ഇൻമേറ്റ്സായിട്ട്, ഒരു ജയിൽ പുള്ളിയായിട്ട് താമസിക്കുന്നതായ പൗലോസിനെയും നമുക്ക് പഠിക്കുവാനായി കഴിയും. അപ്പോൾ കൊലോസിലുള്ളതായ ഫിലേമോൻ, അതുപോലെ തന്നെ റോമിൽ താമസിക്കുന്നതായ അപ്പോസ്തലനായ പൗലോസ്, ഇവരുടെ മധ്യഭാഗത്ത് നിൽക്കുന്ന ഒരാളുണ്ട്, അത് ഒനേസിമോസാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്ന അവസരങ്ങളിൽ ചില ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ കാരാഗ്രഹ ലേഖനം എന്ന് പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോൻ്റെ ലേഖനമാണ്. കൊലോസ്യയിലെ ഈ ഫിലേമോൻ എന്ന് പറഞ്ഞതായ ഈ മനുഷ്യനെ കുറിച്ച് പഠിക്കാൻ ധാരാളം സ്വത്തുക്കൾ, റിച്ച് മാൻ ആയിരുന്നു. സ്തോത്രം. അത് മാത്രമല്ല, അവരുടെ ഭവനത്തിൽ ധാരാളം അടിമകളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അതുമാത്രമല്ല, അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു, തികഞ്ഞ വിശ്വാസിയായിരുന്നു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഫിലേമോൻ്റെ ഭവനത്തിൽ വീട്ടിലെ സഭയുണ്ടായിരുന്നു. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അപ്പോൾ വ്യത്യസ്തമായ നിലയിൽ കർത്താവിന് സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരമായിട്ട് കർത്താവിൻ്റെ ഭാഗത്തേക്ക് ഫിലേമോൻ വരുവാനിടയായി തീർന്നു എന്നുള്ള ഭാഗങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറയാമെങ്കിൽ, താൻ ഫിലേമോനെ കുറിച്ച് പറയാമെങ്കിൽ താനൊരു വിശ്വാസിയായിരുന്നു. മാത്രമല്ല, താൻ ഒരു ധനവാനായിരുന്നു, വസ്തുവകളുണ്ടായിരുന്നു, ധാരാളം അടിമകളുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവരുടെ വീട്ടിൽ ചർച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം മുൻപോട്ട് പോകുന്ന അവസരങ്ങളിൽ കർത്താവിന് സ്തോത്രം, ഒനേസിമോസിനെ കുറിച്ച് പറയാമെങ്കിൽ ആ വീട്ടിലെ ഒരു അടിമയായിരുന്നു. എന്നാൽ ഈ അടിമയായിട്ടുള്ളതായ ഈ മനുഷ്യന് എന്ത് സംഭവിക്കാനിടയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതോ കാരണം കൊണ്ട്, അതിൻ്റെ ക്ലിയറായിട്ട് പറയുന്നില്ലെങ്കിലും, ഫിലേമോൻ്റെ ഭവനം വിട്ട് റോമിലേക്ക് യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അനേക സന്ദർഭങ്ങളിലായി ഫിലേമോൻ്റെ ഭവനത്തിൽ പൗലോസ് വരികയും പൗലോസിനെ കാണുകയും ചെയ്യുവാൻ തക്കോണം
ഒനോസിമോസിന് ഇടയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ഒനോസിമോസ് തടവുകാരനായിട്ടാണോ അതോ താൻ ഈ ഹാഫ് ഹൗസിലായിരുന്നുകൊണ്ട് പൗലോസിനെ കാണാനായിട്ട് പോയതാണോ എന്നും ക്ലിയർ അല്ല. എങ്കിലും പൗലോസുമായിട്ട് താൻ ബന്ധപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അവിടെ വെച്ച് കർത്താവിൻ്റെ സ്തോത്രം വാസ്തവമായി ആ സുവിശേഷം കേൾക്കുവാൻ തക്കോണം ഒനോസിമോസിൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. അവനൊരു ദൈവവേദലായി തീരുവാൻ ഇടയായി തീർന്നു. അതാണ് നമുക്ക് കീഴോട്ടുള്ള വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത്? ഐ അപ്പീൽ ടു യു ഫോർ മൈ ചൈൽഡ് ഒനോസിമോസ് ഹും ഐ ഹാവ് ബിഗോട്ടൺ ഇൻ മൈ ഇംപ്രിസൺമെൻറ്റ്. ഞാൻ തടവിലായിരിക്കുന്ന സമയത്ത് ജനിപ്പിച്ചതായ ആ ഒനോസിമോസിന് വേണ്ടിയാകുന്നു അപേക്ഷിക്കുന്നത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് മഹത്വം. അപ്പോൾ തടവിലായിരുന്ന സമയങ്ങളിൽ കർത്താവിന് സ്തോത്രം ദൈവികമായ ആ ശുശ്രൂഷകൾക്ക് തടസ്സം കൂടാതെ ആ സാഹചര്യങ്ങളിലും ഒരുവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തുവാൻ അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം ഇടയായിത്തീർന്നായ ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അപ്പോൾ ഏത് സാഹചര്യങ്ങളിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലിടയായി തൻ്റെ ജീവിതം പ്രൈസ് ദി ഹല്ലേലൂയ ഒരു വ്യത്യസ്തമായ നിലയിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം ഈ ലേഖനം കൊടുത്തയക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ തീക്കോസിൻ്റെ കൂടെ കൊലോസിലേക്ക് അയക്കുവാനിടയായി. നമ്മളൊക്കെ വായിക്കാം. കൊലോസി ലേഖനം 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന് സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നതായ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് കൊലോസിയൻസ് chapter 4 verse 7 to 9. അപ്പം ഒനോസിമോസിന് ഒരു റാഡിക്കൽ ചേഞ്ച് സംഭവിക്കാനിടയായി തീർന്നു. തൻ്റെ ഫിലോമോൻ്റെ ഭവനം വിട്ട് യജമാനൻ്റെ ഭവനം വിട്ട് താൻ റോമിലേക്ക് വരുവാനിടയായി. അവിടെ വെച്ച് പൗലോസ് മുഖാന്തരമായി സുവിശേഷം കേൾക്കുവാനിടയായി. അതാണ് 10ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഞാൻ തടവിലായിരുന്ന സമയത്ത് ജനിപ്പിച്ചവനായ ഒനോസിമോസിന് വേണ്ടി അപേക്ഷിക്കുന്നു. അപ്പോൾ ഒനോസിമോസിന് വന്നതായ ഒരു മാറ്റം ഭയങ്കരമാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എങ്ങനെയാണ്? പുതിയ സൃഷ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് 4-ാം അധ്യായം കൊലോസി ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനോസിമോസ് എന്ന വിശ്വസ്ത പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അയച്ചിരിക്കുന്നു. 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തീക്കോസ് നിങ്ങളോടുകൂടി അറിയിക്കും. അപ്പോൾ ഈ ലേഖനം തീക്കോസിൻ്റെ കൈവശം കൊടുത്ത് അയക്കുമ്പോൾ ഒനോസിമോസിനെയും കൂടെ അയക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിൻ്റെ സ്തോത്രം. താൻ്റെ പാവങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞു, കുറ്റങ്ങളെയെല്ലാം ഏറ്റുപറഞ്ഞു കർത്താവിൽ നിന്നും നിരപ്പ് വായിക്കുവാനിടയായി തീർന്നെങ്കിലും താൻ വിട്ടുപോകുന്നതായ യജമാനുമായിട്ട് എന്ത് ചെയ്യണം? ഒരു റിക്കൺസിലിയേഷൻ, നിരപ്പ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ചില കാര്യങ്ങൾക്കകത്ത് ദൈവമായിട്ട് നമുക്ക് നേരിട്ട് നിരപ്പ് പ്രാപിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ചില അവസരങ്ങളിൽ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനുമായിട്ടും എന്ത് ചെയ്യണം? നിരപ്പ് വായിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ആ പാപക്ഷമയുടേതായ ഒരു പൂർത്തീകരണം അവിടെയാണ് ലഭിക്കുവാനിടയായത്. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ഈ തീക്കോസിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനുമായ സഹഭൃത്യനുമായ തീക്കോസ് നിങ്ങളിവിടെ അറിയിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായി ഒനോസിമോസിനെ മടക്കി അയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഒനോസിമോസിൻ്റെതായ ആ നിലവാരം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് ഒനോസിമോസ് അവർ ഫെയ്ത്ത്ഫുൾ ആൻഡ് ബിലവഡ് ബ്രദർ. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ അടിമ ആയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഫെയ്ത്ത്ഫുൾ ആൻഡ് ബിലവഡ് ബ്രദർ. കർത്താവിൻ്റെ സ്തോത്രം. സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ഇടയായി തീർന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. അതൊരു ഇൻട്രൊഡക്ഷനായിട്ട് മാത്രം പറഞ്ഞതിന് ശേഷമായിട്ട് കർത്താവിന് നന്ദിയോട് സ്തോത്രം തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1-ാം വാക്യം നമ്മൾ വായിച്ചത് പോൾ എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവിന് വേണ്ടി താൻ തടവിലായിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല കൂട്ടുവേലക്കാരനായ തിമോത്തിയോസും ഉണ്ട്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഫിലോമോൻ എന്ന നിനക്കും
അവിടുത്തേതായി പറഞ്ഞിരിക്കുന്ന സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹപടനായ അർക്കിപ്പോസിനും നിൻ്റെ വീട്ടിലെ സഭയ്ക്ക് എഴുതുന്നത്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. കമൻ്ററി ഭാഗങ്ങളിൽ, വ്യാഖ്യാന ഭാഗങ്ങളിലായി എഴുതിയിരിക്കുന്നത് ഫിലോമോനുണ്ട്. തൻ്റെ ഭാര്യയായ അപ്പിയ എന്നാണ് കമൻ്ററി ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, തൻ്റെ മകനായ അർക്കിപ്പോസും. അങ്ങനെ അവർ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാനിടയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ്. വീട്ടിലെ സഭയുണ്ട്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. അതാണ് ഇൻട്രൊഡക്ഷനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഫിലെമോന് ഒരു തികഞ്ഞ വിശ്വാസിയും കർത്താവിൻ്റെ വേലയ്ക്കായി ചുമൽ കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ ഗ്രീറ്റിങ്സ് അപ്പിയയ്ക്ക് ഗ്രീറ്റിങ്സ് ചെയ്യുന്നു. അർക്കിപ്പോസ് സഹപഠനാണ് എന്നെഴുതിയിരിക്കുന്നു. ആ വാക്യം നമ്മെ പ്രത്യേക അർക്കിപ്പോസ് അവർ ഫെലോ സോൾജിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവൻ ഞങ്ങളോടൊരുമിച്ച് യുദ്ധസേവയിലായിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. മാത്രമല്ല, ആ വീട്ടിലെ ആ കാലഘട്ടങ്ങളിലായി പൗലോസിൻ്റെ കാലഘട്ടങ്ങളിലായി സ്വന്തമായ ബിൽഡിങ്ങുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് കൂടിവരവുകളൊക്കെയും കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ ഭവനങ്ങളിലായി ഉള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ന്യൂസിനകത്തു കൂടെ വായിക്കുവാനിടയായത് 100 കണക്കിനുള്ളതായ ചർച്ചുകൾ ഇറാനിൽ, ക്രിസ്ത്യൻ ചർച്ചുകൾ ധാരാളമുണ്ട്. ചൈനയിലുണ്ട്, അതുപോലെ തന്നെ റഷ്യയിലുണ്ട്. അണ്ടർഗ്രൗണ്ട് ചർച്ചുകൾ ധാരാളമായിട്ടുണ്ട്. അവർക്ക് പുറമേ ബാഹ്യമായ നിലയിലുള്ളതായ വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ലെങ്കിലും ആദ്യകാലത്തെ പോലെ തന്നെ ഇന്ന് അനേക സ്ഥലങ്ങളിലായി ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്കുള്ളതായ പേഴ്സിക്യൂഷനുകൾ നടക്കുന്ന അവസരങ്ങളിൽ ഇന്ന് അണ്ടർഗ്രൗണ്ട് ചർച്ചുകളുണ്ട്. ആ കാലഘട്ടങ്ങളിലും അങ്ങനെയൊക്കെ തന്നെ വീട്ടിലെ സഭകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള സഭകൾക്ക് ചുമൽ കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. തീക്കോസ് അവിടെ കടന്നു ചെല്ലുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പൗലോസ് അവിടെ പോയി കൊലോസ്യയിലും ആ പട്ടണങ്ങളിലൊക്കെയും സുവിശേഷീകരിപ്പാനിടയായി. ഫിലെമോൻ ദൈവഭാഗത്തേക്ക് വരുവാനിടയായി. കർത്താവിൻ്റെ വേലയ്ക്കായി ചുമൽ കൊടുക്കുവാനിടയായി. പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഈ ഫിലെമോനെ കുറിച്ച് പറയുമ്പോഴത്തേക്കിന് കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടുള്ള നിനക്കുള്ള സ്നേഹം. ഐ താങ്ക് മൈ ഗോഡ് making mention of you in my prayers, and because I hear of your love and of the faith which you have toward the Lord Jesus and toward all the saints. സകല വിശുദ്ധന്മാരോടുള്ളതായ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. സകല വിശുദ്ധന്മാരോടുള്ള നിനക്കുള്ള സ്നേഹം. ആമേൻ, സ്തോത്രം. അതായത് ലോക്കൽ സഭകളിലുള്ളതായ വിശുദ്ധന്മാരോട് മാത്രമല്ല, ആമേൻ, എല്ലാ വിശുദ്ധന്മാരോടും കൂടിയുള്ളതായ സ്നേഹം. പ്രൈസ് ലോർഡ്. ഒരു പട്ടണത്തിൽ നമ്മളായിരിക്കുന്ന അവസരങ്ങളിൽ ഇവിടെ ഈ പട്ടണത്തിലുള്ളതായ ദൈവദാസന്മാർ, ഈ സ്റ്റേറ്റിലുള്ളതായ ദൈവദാസന്മാർ, ഈ രാജ്യത്തുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ മുഴുവനുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും കൂടിയുള്ള നിനക്കുള്ള സ്നേഹം. മാത്രമല്ല, എന്തോ സംഭവിക്കുന്ന 5-ാമത്തെ വാക്യം, വിശ്വാസത്തെക്കുറിച്ചും ഞാൻ കേട്ടിട്ട് നമ്മളുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്തിൻ്റെയും നിൻ്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ. ദൈവത്തിന് ഫെലോഷിപ്പ് ഓഫ് യുവർ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെതായ കൂട്ടായ്മ. ആ കൂട്ടായ്മ വർദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരോടുള്ളതായ സ്നേഹം വർദ്ധിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടായ്മ വർദ്ധിക്കണമെങ്കിൽ എന്തായിരിക്കണം? ക്രിസ്തുവേശുള്ളതായ സ്നേഹം വർദ്ധിക്കണം. അങ്ങനെ ക്രിസ്തുവേശുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ഐ പ്രേ ദാറ്റ് ദ ഫെലോഷിപ്പ് ഓഫ് യുവർ ഫെയ്ത്ത്, ആമേൻ, വിശ്വാസത്തിൻ്റെതായ കൂട്ടായ്മ അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. ഇന്ന് പകൽ കടന്നു വന്നിരിക്കുന്ന ആ വിശുദ്ധന്മാരെ, ദൈവമക്കളെ, ആമേൻ, വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയുടെ ഫലം, ആമേൻ, സ്തോത്രം, ക്രിസ്തുവേശുള്ള സ്നേഹത്താൽ ആമേൻ ഉളവായതിനാൽ നമുക്ക് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി വരുവാനിടയായി. വീട്ടിലെ സഭയ്ക്ക് താൻ ലേഖനം എഴുതുമ്പോൾ ആദ്യമായി ഗ്രീറ്റിങ്സ് പറഞ്ഞതിന് ശേഷമായി കർത്താവിന് നന്ദിയോട് സ്തോത്രം ഈ സഭയെ ഓർത്ത് താൻ പ്രാർത്ഥിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. സഭകൾ ധാരാളമുള്ളതായ സഭകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ തക്കവണ്ണം പൗലോസിനിടയായി തീർന്നു. നമുക്കധികം എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും നമ്മൾ ലോക്കൽ സഭയെ ഓർത്തും നെയ്ബറിങ് ചർച്ചകളെ ഓർത്തും ഹല്ലേലൂയ നാം പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനാ വാചകങ്ങൾ, നമ്മുടെ ആശയങ്ങളെല്ലാം യഹോവഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ എന്ത് ചെയ്തു? ശ്രദ്ധ വെച്ച് കേൾക്കുന്നവനായ സർവശക്തനായ ദൈവം, ആമേൻ, സ്തോത്രം, ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം അപ്പോസ്തലനായ പൗലോസ് ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ ഒരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം. നിന്നെ ഓർത്ത് ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? 6-ാമത്തെ വാക്യം, എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം കടപ്പെട്ടവരാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ആ സഭയുടേതായ നിലനിൽപ്പുകൾ കർത്താവിന് സ്തോത്രം കൂടി വരുവാൻ്റെ അനുഗ്രഹത്തിനായി ദൈവത്തിന് സ്തോത്രം നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. താൻ ഇപ്പോൾ ഫിലോമോൻ്റെ സഭയെന്ന് പറഞ്ഞിരിക്കുന്ന കൊലോസിലായിരിക്കുന്നു. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമിലെ തടവുകാരനായിരിക്കുന്നു. ആ തടവിൽ കിടന്നുകൊണ്ടാണ് താൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുവാനുള്ളതായ ഒരു മനോഭാവം അപ്പോസ്തലനായ പൗലോസിനുണ്ടായി. നമുക്കറിയാം, ഫിലിപ്പിയൻ്റെ ജയിലറി കിടക്കുന്ന അവസരങ്ങളിൽ ആമേൻ പൗലോസും ശീലാസും എന്ത് ചെയ്തു? അവർ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? പാട്ട് പാടുവാനിടയായി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. പകൽക്കാലം അവർക്ക് ലഭിച്ചതായ പേഴ്സിക്യൂഷൻ ഭയങ്കരമായിരുന്നു, അതിഭയങ്കരമായിരുന്നു. ഒരു തരത്തിലും പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല. ശരീരം മുഴുവനായി വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്തോത്രം. രോഗികളായ പ്രിയപ്പെട്ടവരുണ്ട്, വേദനിക്കുന്നതായ പ്രിയപ്പെട്ടവരുണ്ട്, ഫൈനാൻഷ്യലായിട്ടും ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും വിവിധ ഏരിയകളിൽ പ്രയാസപ്പെടുന്നതായ വിഷമം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ നമ്മൾ ഓർക്കുമ്പോൾ കർത്താവിന് സ്തോത്രം നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. കർത്താവിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ആമേൻ നൽകിയിരിക്കുന്ന ഈ അവസരങ്ങളിൽ പ്രിയപ്പെട്ടവരെ വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നന്ദിയോട് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അതൊരാശ്വാസത്തിന് കാരണമായി തീരും. അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. ആ ലേഖനം എഴുതുമ്പോൾ തന്നെ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, എസ്റ്റാബ്ലിഷ് ചെയ്തതായ ചർച്ച് പ്ലാൻ ചെയ്തതായ എല്ലാ സഭകളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിന് സ്തോത്രം നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. പൗലോസ് മാത്രമല്ല, ഗെത്സമന തോട്ടത്തിൽ കർത്താവിന് സ്തോത്രം. തൻ്റെ ആ ലാസ്റ്റ് മൂമെൻറ്റിൽ, ലാസ്റ്റ് അവറിൽ കർത്താവിന് നന്ദിയുടെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു കല്ലേറകലം മാറി ദൈവത്തിന് സ്തോത്രം മുൻപോട്ട് പോയി പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴത്തേക്കിന് ശിഷ്യന്മാരെല്ലാം കൂടി എന്ത് ചെയ്യുകയാണ്? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരോട് പറഞ്ഞ് എന്താ പറഞ്ഞേ? ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം എങ്ങനെയാണ്? ബലഹീനമാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവായ യേശു ആ ഗെത്സമന തോട്ടത്തിൽ നെടുമ്പാട് വീണ് കരയുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. ആ കർത്താവിന് കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. വരാൻ പോകുന്നതായ വലിയ പ്രതികൂല സാഹചര്യങ്ങളിന്മേൽ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ കൃപയും പ്രാർത്ഥനയും ആവശ്യമാണ് എന്ന് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാനായി കഴിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് വരാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് കാര്യമായ അവരുടെ ദൃഷ്ടി അടഞ്ഞിരിക്കുകയാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവർ ഫിസിക്കലി ടയേർഡ്. അവർ വളരെ ശാരീരികമായ ക്ഷീണമുള്ളവരാണ്. എന്നാൽ കർത്താവിന് കാര്യങ്ങളെല്ലാം അറിയാം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എന്നാൽ നമുക്കും പരിശുദ്ധാത്മാവ് മുഖാന്തരമായി ഒരു ഡിസൈനിങ് പവർ ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ദുഷ്കാലമാകിയാൽ സമയം എന്ത് ചെയ്യണം? നാം തക്കത്തിൽ വിനിയോഗിക്കണം. അതുകൊണ്ടാണ് എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കാൻ നാം പ്രാർത്ഥനയിൽ എങ്ങനെയായിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ കൃപാസനം വരെയും കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കോണം സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം പ്രദാനം ചെയ്ത് ആ കൃപാസനത്തിൻ്റെതായ വാതിലുകൾ 24 hours തുറന്നിരിക്കുകയാണ്. ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം വാതിലുകൾ തുറന്നിരിക്കുകയാണ്. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് ദൈവമുമ്പാകെ നാം പറയുവാൻ തക്കോണം ആ വാതിലുകളെ കർത്താവ് ഹല്ലേലൂയ തുറന്നിട്ടിരിക്കുകയാണ്. ഹന്ന ദൈവസന്നിധി വേദനയോടെ കരയുവാനിടയായി. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണ്. ആകെ കൂടെ ഭർത്താവ് മാത്രമേ അനുകൂലമായിട്ട് നിൽക്കുള്ളൂ. മറ്റെല്ലാ സാഹചര്യങ്ങളും ഫിസിക്കൽ ആയിട്ടുള്ള കാര്യത്തിന്, മെൻ്റലായിട്ട്, ഇമോഷണലായിട്ട് എല്ലാ ഏരിയയിലും വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ആലയത്തിൽ ചെന്നപ്പോൾ ഒരാശ്വാസ വാക്ക് പറയേണ്ടതായ പുരോഹിതനിൽ നിന്നും ലഭിക്കുന്ന ആശയങ്ങൾ വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എങ്കിലും ഹന്ന ആ സഹോദരി ഈൽഡ് ചെയ്യുവാനിടയായി, ദൈവസന്നിധി വിനയപ്പെടുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനിടയായി. നാം കരഞ്ഞുകൊണ്ടിരിക്കുന്നതായ വിഷയങ്ങളുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം, നീ എൻ്റെ അലച്ചിലുകളെ അറിയുന്നു, നീ എൻ്റെ കണ്ണുനീര് എന്ത് ചെയ്യുന്നു? തോൽക്കൂടത്തിലാക്കി വെക്കുന്നു. നീ എൻ്റെ കണ്ണിലെ കണ്ണുനീര് ബോട്ടിലാക്കി വെച്ചിരിക്കുന്നു, കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു. ആ കർത്താവ് ഹല്ലേലൂയ നാം ഒഴുകുന്ന കണ്ണുനീര് ഒരിക്കലും നഷ്ടമായി പോകുവാൻ ഒരിക്കലും ഇടയായി പോകത്തില്ല. ദൈവസന്നിധി കരയുന്ന വിഷയങ്ങളെ, രാത്രിയുടെ യാമങ്ങളിലെ വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിലെ, യാത്ര ചെയ്യുന്ന അവസരങ്ങളിലെ നമ്മുടെ നെടുവീർപ്പുകൾ ചിലപ്പോൾ ഒരുപക്ഷെ കണ്ണുനീരല്ലായിരിക്കാം, ദീർഘശ്വാസങ്ങൾ. ഹല്ലേലൂയ. എളിയവരുടെ പീഡയും ദീർഘശ്വാസവും നിമിത്തം
യഹോവ എഴുന്നേൽക്കുന്നവനായ കർത്താവ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ വിവിധങ്ങളാകുന്ന ആവശ്യങ്ങളോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവമക്കളെ, നമ്മുടെ ഏതൊരു സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുവെങ്കിൽ, ഹന്നായിക്ക് മറുപടി ലഭിച്ചുവെങ്കിൽ, വിശുദ്ധന്മാർക്ക് പൗലോസിനും ശീലാസിനും ആ ജയിലിൽ കടന്നുന്ന അവസരങ്ങളിൽ ഹല്ലേലൂയ മക്കദോനിയക്കാരനായ ഒരു മനുഷ്യൻ വിളിക്കുന്ന ഒരു കാഴ്ച, ഒരു ദർശനം കാണുവാനിടയായി. ആ ദർശനത്തിൻ്റെ ഫൈനലായിട്ടുള്ളതായ കൺക്ലൂഷൻ കാണുവാനിടയായി. ആമേൻ. ജയിൽ പ്രമാണി ഹല്ലേലൂയ ദൈവഭാഗത്ത് ആമേൻ മുമ്പോട്ട് വരുവാനിടയായി. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രൈസലോ. അവർ ആമേൻ സ്വയമായി വാളൂരി കൊല്ലുവാൻ തീരുമാനിക്കുന്ന അവസരങ്ങളിൽ, സ്വയം നിരാശയുടെ അടിത്തട്ടിലേക്ക് മാറുമ്പോൾ പ്രാർത്ഥിക്കുന്നതായ ദൈവദാസന്മാരുടെ മുമ്പാകെ ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ദേശത്ത് ദൈവം നമ്മെ പറിച്ചു നട്ടിരിക്കുകയാണ്. അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വരുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും ആശ്വാസത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർ ഹാലലി വെർബലായിട്ടോ ആമേൻ അല്ലാതെയോ പേഴ്സണലായിട്ടോ നമ്മോട് ചോദിക്കുന്ന ദിവസങ്ങൾ സമയം സമാഗതമായിരിക്കാൻ പ്രാർത്ഥനയോട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. 6-ാം വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് 6-ൽ 2 കാര്യം. ഏത് സാഹചര്യത്തിലും താൻ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. 6-ൽ തന്നെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നമ്മൾ സ്തോത്രം അർപ്പിക്കണം. 50-ാം സങ്കീർത്തനം 22-23 വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നത് 50-ാം സങ്കീർത്തനം Psalms 50 വേഴ്സ് 22 and 23. ദൈവത്തിന് സ്തോത്രം. 50-ാം സങ്കീർത്തനം 22-23 വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? കർത്താവിന് സ്തോത്രം. 50-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ. അതിൻ്റെ 23-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഹി ഹൂ ഓഫേഴ്സ് എ സാക്രിഫൈസ് ഓഫ് താങ്ക്സ് ഗിവിങ് ഹോണേഴ്സ്. ആമേൻ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ എന്ത് ചെയ്യും? ഇന്ന് പോയാൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? എന്നെ മഹത്വപ്പെടുന്നു. ഹോശേയ പ്രവചനം 14-1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ സ്തോത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഹോശേയ പ്രവചന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 14-1-2 വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നത് 14-1 വാക്യം, റിട്ടേൺ ഓ ഇസ്രയേൽ ടു ദ ലോർഡ് യുവർ ഗോഡ്, ഫോർ യു ഹാവ് സ്റ്റംബിൾഡ് ബിക്കോസ് ഓഫ് യുവർ ഇനിക്വിറ്റി. ഇസ്രായേലേ, നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക, നിൻ്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ അനുതാപവാക്യങ്ങളോട് യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അർത്ഥത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോട് കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങളുടെ അതരാർപ്പണമായ ഞങ്ങളെ കാളകളെ എന്ത് ചെയ്യും? അർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഒരു സ്തോത്രം അർപ്പിക്കുന്നത് ഒരു കാളയ്ക്ക് തുല്യമാണ്. ഹല്ലേലൂയ. അതരാർപ്പണം എന്ന കാളകളെ അർപ്പിക്കുവാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ അർപ്പിക്കുന്ന പഴയ നിയമവിശുദ്ധന്മാർ യാഗമൃഗവുമായി കടന്നു വരുമ്പോൾ പുതിയ നിയമവിശുദ്ധന്മാരായ നമ്മൾ സ്തോത്രം എന്ന യാഗം ആദരത്തിൽ കൂടെ കർത്താവിന് സ്തോത്രം കരയേറ്റുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു. വ്യക്തികളെ മഹത്വപ്പെടുത്തുകയല്ല, സ്ഥലത്തെ പാസ്റ്ററെ മഹത്വപ്പെടുത്തുകയല്ല, ഓവർസിയറെ മഹത്വപ്പെടുത്തുകയല്ല, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? എന്നെ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് എത്ര സ്തുതിച്ചാലും മതി വരികയില്ലെന്നുള്ള പാട്ടുകൾ നമ്മൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോശേയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതരാർപ്പണം എന്ന കാളകളെ, അല്ലെങ്കിൽ ഓരോ സ്തോത്രങ്ങളും അർപ്പിക്കുവാൻ, ഓരോ കാളയ്ക്കും തുല്യമായ സ്തോത്രങ്ങൾ, ഊനമില്ലാത്ത യാഗങ്ങളെ അർപ്പിക്കുവാൻ ദൈവം മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന വിശുദ്ധന്മാരെ, നമ്മുടെ അതരങ്ങളെ തുറന്നുകൊണ്ട് കർത്താവിന് നമുക്ക് മഹത്വം കരയേറ്റാം. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? ഏത് സാഹചര്യത്തിലും 10-ാമത്തെ വാക്യത്തിൽ, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ചതായ എൻ്റെ മകനെ ഏത് സാഹചര്യത്തിലും സുവിശേഷം അറിയിക്കുന്നതിനുള്ള മനോഭാവം. ആമേൻ. ജയിലിലാണെങ്കിലും സുവിശേഷം അറിയിപ്പാൻ അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് ഇടയാക്കി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളതും പഠിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ, വില്യം കേരി ആമേൻ ഇന്ത്യയിൽ വന്നതായ കാര്യങ്ങൾ. ഹല്ലേലൂയ. തൻ്റെ ജോലി ഹല്ലേലൂയ ഒരു സ്റ്റാൻഡേർഡുള്ളതായ ഒരു ജോലിയല്ലായിരുന്നു. ആമേൻ സ്തോത്രം. താനൊരു ചെരിപ്പൂത്തിയായി തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെയുള്ളതായ ആളുകൾ, അവിടെയുള്ളതായ മിഷൻസ് ആൾക്കാർ പറഞ്ഞ്, നിനക്ക് ഇന്ത്യക്ക് പോകാനായിട്ടുള്ളതായ ക്വാളിഫൈഡ് പേഴ്സൺ അല്ല. ഒടുവിലായി കർത്താവിന് നന്ദിയോട് സ്തോത്രം, ദൈവത്തിൻ്റെ കോളിങ് വില്യം കേരിക്ക് ലഭിക്കുവാനിടയായി. അതിനനുസരിച്ച് താൻ യാത്ര പുറപ്പെട്ട് താൻ ഇന്ത്യയിലേക്ക് വരുവാനിടയായി. തൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പ്രതികൂലമായ സാഹചര്യങ്ങൾ, ബംഗാളിൽ വന്ന അവസരങ്ങളിൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകാനിടയായി. സുവിശേഷം അറിയിക്കുവാനായി, ഇന്ത്യയെ സുവിശേഷീകരിക്കുവാനായി വില്യം കേരി വരുവാനിടയായി. തൻ്റെ മകന് സുഖമില്ലാത്ത അവസ്ഥയിൽ ആമേൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി.
ശവക്കുഴി പോലും താൻ തന്നെ ക്രമീകരിക്കുവാനിടയായി. തൻ്റെ സ്വന്തം കൈകൊണ്ട് ശവക്കുഴി മാന്തുവാനിടയായി. അതിനുശേഷമായി തൻ്റെ ഭാര്യ മാനസിക രോഗിയായി തീരുവാനിടയായി. ഇതൊന്നും സ്തോത്രം നമുക്കാർക്കും സഹിക്കാനായിട്ട് ഒക്കത്തില്ല. നമ്മൾ സ്തോത്രം ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് സുവിശേഷീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ എല്ലാം താൻ ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായ തൻ്റെ പുസ്തകങ്ങളൊക്കെയും ഒരു പ്രാവശ്യം പെരയ്ക്ക് തീ പിടിച്ച് അതെല്ലാം കത്തിപ്പോവാനിടയായി. താൻ ബംഗാളി ലാംഗ്വേജുകൾ പഠിക്കുവാനിടയായി. കർത്താവിന് നന്ദിയുടെ സ്തോത്രം. അവിടെ സ്തോത്രം സെറാംപൂർ കോളേജ്, സെറാംപൂർ യൂണിവേഴ്സിറ്റി, സെറാംപൂർ സെമിനാരി അവിടെ അവിടെ ക്രമീകരിക്കുവാനിടയായി. അവിടെ സ്തോത്രം സെമിനാരി സ്റ്റാർട്ട് ചെയ്യുവാനിടയായി. പതിനായിരങ്ങൾ ഏഷ്യയിലെ അറിയപ്പെടുന്നതായ അവിടുത്തെ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട് BD ഡിഗ്രി ലഭിക്കാനിടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സെറാംപൂർ സെമിനാരി പോയി പഠിക്കുന്നതിൻ്റെ കാരണം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അഫിലിയേഷനും കൂടെ ലഭിക്കുവാനിടയായി. അങ്ങനെ 10,000 സുവിശേഷകരെ വാർത്തെടുക്കുവാൻ തക്കണം സെറാംപൂർ സെമിനാരിയുടെ ആകുവാനിടയായി. പ്രിയമുള്ളവരെ, സാഹചര്യങ്ങൾ ഒരിക്കലും അനുകൂലമല്ലായിരുന്നു. സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരുന്നു. തൻ്റെ ഭാര്യയുടെ പ്രയാസങ്ങൾ, പൈതലിൻ്റെ അതുപോലെ തന്നെ താൻ ട്രാൻസ്ലേറ്റ് ചെയ്തതായ ബുക്കുകളെല്ലാം നഷ്ടമാകുവാനിടയായി. മറ്റ് ഭാഷകൾ ഇംഗ്ലീഷ് അല്ലാതെ ബംഗാളി ലാംഗ്വേജുകൾ പഠിക്കുവാനിടയായി. അങ്ങനെ കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഇറങ്ങി പുറപ്പെട്ടതായ അവസരങ്ങളിൽ എല്ലാവരും ഡിസ്കറേജ് ചെയ്യുവാനിടയായി. കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഒരാൾ ഡിസ്കറേജ് ചെയ്താൽ മതി, നമ്മുടെ സുവിശേഷ വേല മതിയാക്കി പരിപാടി അവസാനിക്കും. എന്നാൽ വില്യം കേരി സ്തോത്രം കർത്താവിന് വേണ്ടി നിൽക്കുവാനിടയായി. 10,000 കർത്താവിൻ്റെ ഭാഗത്തേക്ക് ഇന്നും ഹല്ലേലൂയ ഡിസൈപ്പിളാക്കി ശിഷ്യന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതായ ആ മിനിസ്ട്രിയിലേക്ക് മാറ്റപ്പെടുവാനിടയായി. അപ്പോസ്തലനായ പൗലോസ് ജയിലിലായിരുന്ന അവസരങ്ങളിൽ കർത്താവിന് നന്ദിയോട് സ്തോത്രം ഏത് സാഹചര്യങ്ങളിലും സുവിശേഷം അറിയിപ്പാനിടയായി. അതിൻ്റെ ഫലമായി ഓനോസിമോസ് രക്ഷിക്കപ്പെടുവാനിടയായി. അതാണ് ബൈബിളിനകത്തെ 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ തടവിലായിരുന്ന സമയത്ത് എന്ത് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഐ അപ്പീൽ ടു യു മൈ ചൈൽഡ് ഒനോസിമോസ് ഹും ഐ ഹാവ് ബിഗോട്ടൺ ഇൻ മൈ ഇംപ്രിസൺമെൻറ്റ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ തടവിലായിരിക്കുന്ന സമയങ്ങളിൽ ജനിപ്പിച്ചതായ മകൻ. ഏത് സാഹചര്യങ്ങളിലും ദൈവമക്കളെ സുവിശേഷം അറിയിപ്പാൻ തക്കണം. നിങ്ങളുടെ ഭൗതിക ജോലി കാര്യങ്ങളിൽ, നിങ്ങളുടെ സ്കൂൾ ലൈഫിലെ, മറ്റ് പേഴ്സണൽ ലൈഫിലെ സുവിശേഷം അറിയിപ്പാൻ തക്കണം. താല്പര്യത്തോടും ആഗ്രഹത്തോടും മുമ്പോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഏത് സാഹചര്യങ്ങളിലും 12-ാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? 12-ാം എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഏത് സാഹചര്യത്തിലും കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്നതായ ആ ഒരു മനുഷ്യനായിരിക്കും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഐ ആം സെൻഡിങ് മൈ വെരി ഹാർട്ട്. ഹല്ലേലൂയ. മറ്റൊരു സ്തോത്രം, എൻ്റെ ഹൃദയത്തെ തന്നെ എന്ത് ചെയ്തു? എൻ്റെ പ്രാണപ്രിയനായവനെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരടിമ കൊച്ചനെ ഹല്ലേലൂയ താൻ പറയുകയാണ് 10-ാമത്തെ വാക്യത്തിൽ, എൻ്റെ പ്രാണപ്രിയനായവനെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? മടക്കി അയച്ചിരിക്കുന്നു. എൻ്റെ പ്രാണപ്രിയനായവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. ദൈവമക്കളെ, കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. പൗലോസിൻ്റെ കൂടെ വേണമെങ്കിൽ ശുശ്രൂഷകളിൽ സഹായിക്കാമായിരുന്നു. എന്നാൽ ഫിലേമോനുമായി ഒരു നിരപ്പ് പ്രാപിക്കേണ്ടതിന് വേണ്ടി റോമിൽ നിന്നും കൊലോസിലേക്ക് അയക്കുവാനിടയായി തീർന്നു. ഒരു നിരപ്പിൻ്റെതായ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടി അയക്കുന്ന അവസരങ്ങളിൽ സ്തോത്രം തൻ്റെ കൂട്ടു സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് പറയാണ്, ഞാൻ എൻ്റെ പ്രാണപ്രിയനെ എന്ത് ചെയ്തിരിക്കുന്നു? അയച്ചിരിക്കുന്നു. I have sent him back to you in person, that is sending my very heart. Hallelujah. ദൈവത്തിന് സ്തോത്രം. ചിലയിടത്ത് ലിവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കരളിനെ ഞാൻ അയച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയത്തെ അയച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അത്രമാത്രം നമ്മളൊക്കെ ആണെങ്കിൽ സാഹചര്യങ്ങളൊക്കെ നോക്കി കർത്താവിന് സ്തോത്രം സ്തോത്രം ഏത് സാഹചര്യങ്ങളെ നോക്കി മനുഷ്യനെ ഹല്ലേലൂയ ഒരു മാർക്ക് കിട്ടുന്നതിന് ശേഷം മാത്രമേ വിലമതിക്കത്തുള്ളൂ. എന്നാൽ പൗലോസ് ഒരു അടിമയായ ഒരു മനുഷ്യൻ ഹല്ലേലൂയ ഫിലോമോൻ്റെ ഭവനത്തിൽ താമസിച്ചതായ ആ ഫിലോമോനെ കർത്താവിന് സ്തോത്രം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതായ ആ ഒനോസിമോസിനെ വിളിക്കുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തെ അയച്ചിരിക്കുന്നു. കർത്താവിന് നന്ദിയുടെ സ്തോത്രം. ഹല്ലേലൂയ. 19-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞ് ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 19-ാമത്തെ വാക്യം, പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം, നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു. Paul, I am writing with my own hand, I will repay it. ദൈവത്തിന് സ്തോത്രം. അവിടെ വളരെയധികം ശ്രദ്ധിക്കുക. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തനിക്ക് കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കുന്നു. ജയിലിൽ കിടക്കുന്നതായ ഈ മനുഷ്യന്
ദൈവത്തിന് സ്തോത്രം. ഈ ഓനോസിമോസ് എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് എന്ത് ചെയ്യാം, തന്നു തീർക്കാം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ഒരു വലിയ സ്നേഹം അപ്പോസ്തലനായ പൗലോസിനുണ്ടാവാനിടയായി. ഏത് പ്രതികൂല സാഹചര്യത്തിലും കൊടുക്കുന്നതായ ഒരു മനോഭാവം ഉണ്ടാവാൻ. ദൈവമക്കളെ, കർത്താവിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കുന്നതായ ഒരു മനോഭാവം. രണ്ടാമത്തെ പോയിൻ്റ്, ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഏത് സാഹചര്യത്തിലും സുവിശേഷം അറിയിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, ഏത് സാഹചര്യത്തിലും കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ കാര്യം, ഏത് പ്രതികൂല സാഹചര്യത്തിലും കൊടുക്കുന്നതായ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ, പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താൽ ദൈവത്തിന് സ്തോത്രം. ആമേൻ. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ആമേൻ, കാട്ടൊലിവായിരുന്നു, നാട്ടൊലിവായിരുന്നു. ആമേൻ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്തതായ ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോട് സ്തോത്രം. കാട്ടൊലിവായിരുന്നു നമ്മെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്ത് ആമേൻ ആ കൃപയുടെ അംശികളാക്കി തീർക്കുവാൻ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലെ മരണം മുഖാന്തരം ഇടയായി. ആ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ നിസ്തുല്യമായ സ്നേഹത്തെ നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാൻ തക്കോണം. ഓനോസിമോസിനെ പോലെ ഞാനും നിങ്ങളും ആകുന്നവരായിരുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു തരത്തിലും സാധ്യമല്ലായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായി അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ധൈര്യത്തോട് കൃപാസനം വരെയും കടന്നു വരുവാൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം മുഖാന്തരം ഇടയായി. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ ആ സ്ഥാനത്ത് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആ ഫിലോമോൻ ദൈവത്തിന് സ്തോത്രം നിൽക്കുന്നതായി മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഓനോസിമോസ് ആ പാപികളും ദോഷികളുമായ നമ്മുടെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയും. ആമേൻ. മധ്യസ്ഥൻ്റെ സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ പൗലോസുമായിട്ട് ഉപമിക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം ഒരു നിരപ്പിൻ്റെതായ ഒരു ലെറ്റർ ദൈവത്തിന് സ്തോത്രം പൗലോസ് മുഖാന്തരമായി ഫിലോമോൻ അയക്കുന്നത് പോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊരു സ്ഥാനം ലഭിക്കുവാൻ തക്കണം. വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ദൈവത്തോട് സമാധാനം പ്രാപിപ്പാൻ തക്കണം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്താൽ നമുക്കിടയായി. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നിങ്ങൾ പാപികളായിരുന്നപ്പോൾ, നിങ്ങൾ അഭക്തരായിരുന്നപ്പോൾ, നിങ്ങൾ ദോഷികളായിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ വാത്സല്യമായ സ്നേഹം മുഖാന്തരമായി നമ്മെ സമ്പന്നരാക്കി തീർത്ത കാൽവരി സ്നേഹത്തെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന കർത്താവിനായി സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിനായി സ്തോത്രം. പിതാവിൻ്റെ സന്നിധിയിൽ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവിനോട് അറിയിപ്പാൻ തക്കോണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം മുഖാന്തരം ഇടയായി. കർത്താവിൻ്റെ ക്രൂശ് മരണം മുഖാന്തരമായി വി ആർ സ്റ്റാൻഡിങ് ഓൺ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ഹല്ലേലൂയ. നാം അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കർത്താവിൻ്റെ ക്രൂശ് മരണം മുഖാന്തരം ഇടയായി തീർന്ന കാൽവരി സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവർക്കും ഒരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഓനോസിമോസിനെ പോലെ ഞങ്ങൾ പാപികളും ദോഷികളും അകന്നവരുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം പ്രാപിപ്പാൻ തക്കോണം കർത്താവിൻ്റെ ക്രൂശിലെ മരണത്താലിടയായി തീർന്നു. പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് ലഭിച്ചതായ എല്ലാ സാധ്യതകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതാരിതാ, ക്രൂശിന്മേൽ ക്രൂശിൻ ദാരിതാ പ്രാണനാഥൻ പ്രാണനാഥൻ എൻപേർക്കാഴ്ച പ്രാണനാഥൻ കർത്താവേ, ഏത് സാഹചര്യത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ, ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ഏത് സാഹചര്യത്തിലും സുവിശേഷം അറിയിപ്പാൻ, ഏത് സാഹചര്യത്തിലും കൂട്ടു സഹോദരനെ സ്നേഹിപ്പാൻ, ഏത് പ്രതികൂല സാഹചര്യത്തിലും കൊടുക്കുവാൻ ദൈവമേ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം.
ഈ വചനങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം.